നമസ്കാരം KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അക്രമം നിയമപാലകർക്ക് നേരെയും തുമിനാടിൽ പോലീസിന് നേരെ അജ്ഞാതരുടെ ആക്രമണം. ഒരു പോലീസുകാരന് ഗുരുതര പരിക്ക്. അപകടങ്ങൾ വിട്ടൊഴിയാതെ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ്. ഞായറാഴ്ച മരിച്ചത് 2 പേർ. വീട്ടമ്മയുടെ കൊലപാതകം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ. ആയോധന കലകളുമായി വനിതകളും സ്വയം പ്രതിരോധ പരിശീലന പരിപാടിക്ക് തിങ്കളാഴ്ച സമാപനമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDF-ൽ തർക്കം. വിഷയം UDF സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടു. കുഡ്ലു ബാങ്ക് അന്വേഷണ സംഘത്തിന് നിലയ്ക്കാത്ത അനുമോദന പ്രവാഹം. കുഡ്ലു ബാങ്കും സഹകാർ ഭാരതിയും അന്വേഷണ സംഘത്തെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. തുമിനാട്ടിൽ വെച്ച് പോലീസുകാർക്ക് മർദ്ദനമേറ്റു. തിങ്കളാഴ്ച രാവിലെ 1 മണിക്കാണ് സംഭവം. പോലീസുകാരിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. മഞ്ചേശ്വരത്ത് തുമിനാട് വെച്ച് പോലീസുകാർക്ക് മർദ്ദനമേറ്റു. തിങ്കളാഴ്ച രാവിലെ 1 മണിയോടെയാണ് സംഭവം. തുമിനാട് വാട്ടർ ടാങ്കിനടുത്ത് അജ്ഞാതനായ ഒരാളെ കണ്ട് പോലീസുകാരായ സുനിലും ദീപക്കും അവിടേക്ക് പോയതായിരുന്നു. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ രാത്രികാല പരിശോധന കർശനമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 2 പോലീസുകാരും അവിടേക്ക് വന്നത്. അജ്ഞാത വ്യക്തി ഉടനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ 5ഓളം ആളുകൾ പെട്ടെന്ന് അവിടെ എത്തുകയും പോലീസുകാരെ ആക്രമിക്കുകയുമായിരുന്നു. ഇതിൽ മഞ്ചേശ്വരം സ്റ്റേഷനിലെ സുനിലിന് സാരമായ പരിക്കേറ്റു. ദീപകിന് ചെറിയ പരിക്കേയുള്ളൂ. ഇവരെ തൊക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. തുമിനാട് പതുഭാഗത്ത് പെട്രോൾ നടക്കുന്ന സമയത്ത് പതുവിലെത്തുമ്പോൾ ഒരു വ്യക്തി കയ്യിലൊരു ഇരുമ്പ് ദണ്ടുമായി നടക്കുന്ന കാണുകയും ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുനിൽ സാറും അദ്ദേഹത്തെ ചോദ്യം ചെയ്യും. ആ സമയത്ത് അയാളെ ആദ്യം അറ്റാക്ക് ചെയ്തു. പിന്നീട് വെച്ച് കൂട്ടി കുറേ ആൾക്കാരെ കൂട്ടി നമ്മൾ അറ്റാക്ക് ചെയ്യും. ഈ സമയത്ത് എനിക്ക് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു വന്നാലും സുനിൽ സാറ് നല്ലോണം പരിക്കുന്നുണ്ട്, തലക്ക് നല്ല പരിക്കുന്നുണ്ട്. പോലീസുകാരെ മർദ്ദിച്ചവരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. മഞ്ചേശ്വരത്ത് വീണ്ടും വാഹനാപകടം. 2 പേർ മരിച്ചു. വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ചാണ് 2 പേർ മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്ക്. വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് കാറിലുണ്ടായിരുന്ന ഭാര്യയും ഭർത്താവും മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ബന്ദിയോട് ഹേരൂർ താടയിലെ ഉമേഷ് മയ്യ, ഭാര്യ ശാരദ എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ ചിദാനന്ദമയ്യ, മക്കളായ സംഗീത, മൻവിത എന്നിവരെ മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൽ സംഗീതയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു നാടിനെ നടുക്കിയ അപകടം നടന്നത്. മംഗലാപുരത്തെ ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ. നാട്ടുകാരെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് അകത്ത് കുടുങ്ങിയവരെ പുറത്തെടുത്തത്. ഈ പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികൾ നിർത്തിയിടുന്നതിനെതിരെ നാട്ടുകാർ ഏറെക്കാലമായി പ്രതിഷേധത്തിലാണ്. ഞായറാഴ്ച അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. കലക്ടർ വന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാതെ സമരക്കാർ പിന്മാറില്ലെന്നറിയിച്ചതോടെ തഹസിൽദാർ സ്ഥലത്തെത്തി. അനുകൂല നിലപാട് കൈക്കൊള്ളുമെന്ന തഹസിൽദാറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പിരിഞ്ഞുപോയി. അപകടം വരുത്തിവെച്ച ടാങ്കർ ലോറി മഞ്ചേശ്വരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വീട്ടമ്മയുടെ കൊലപാതകം പ്രതി മധുവിനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഹർജി നൽകി. ഞായറാഴ്ചയാണ് മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തോയമ്മലിലെ ജാനകിയമ്മയെ വ്യാഴാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റയ്ക്കായിരുന്ന ജാനകിയമ്മയെ കൊലപ്പെടുത്തിയത് നാട്ടിൽ തന്നെയുള്ള ആളാകുമെന്ന് പോലീസ് നിഗമനത്തിൽ എത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീടുമായി ബന്ധമുള്ള ചിലരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നാട്ടുകാരനായ മധുവിനെ പോലീസ് സംശയിച്ചത്. കൊല നടന്ന ശേഷം ഇയാളെ കാണാതായതും പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. ഒടുവിൽ ധർമ്മസ്ഥലയിൽ വെച്ച് മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. മധുവിനെ വിട്ടുകിട്ടാൻ പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ ഹർജി നൽകി. ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ലാണ് ഹർജി നൽകിയത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ കൊലപാതകം നടന്ന വീട്ടിലും സ്വർണവും പണവും ഒളിപ്പിച്ച സ്ഥലം, കൊലപാതകം നടത്താനുപയോഗിച്ച ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരം ലഭിക്കുമെന്നാണ് പോലീസ് ഭാഷ്യം. ഇയാൾ അറിവുള്ള ആളായതുകൊണ്ട് അയാളെ കൊല്ലേണ്ടത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഷാൾ വെച്ചിട്ട് മൊത്തം ഹി ടേൺഡ് 2 റൗണ്ട്സ് അറൗണ്ട് ദി നെക്ക് ആസ് വെൽ ആസ് ദി ഫേസ്. ഇവിടെ മൂക്ക് നോസ്ട്രിൽസ് വരെ ഷാൾ വെച്ചിട്ട് മൊത്തം ചുട്ടി.
ആൻഡ് ദറ്റ് ഈസ് ദി കോസ് ഓഫ് ഡെത്ത്. സഫക്കേഷൻ ആയിട്ടാണ് കോസ് ഓഫ് ഡെത്ത്. ഈ ഫ്രാക്ചർ ഇറ്റ്സ് നോട്ട് എ ഫേറ്റൽ ഇഞ്ചുറി. ഉള്ളിൽ ഇൻറ്റർനൽ ബ്ലീഡിംഗ് ഒന്നും ആയിട്ടില്ല. അത് വെച്ചിട്ട് ഒരു അൺകോൺഷ്യസ് സ്ഥിതിക്ക് പോകാൻ മുമ്പ് തന്നെ ഇത് വെച്ചിട്ട് ഇദ്ദേഹം ചുട്ടി. അതാണ് മരണകാരണം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം തടയുന്നതിനായുള്ള സ്വയം പ്രതിരോധ പരിശീലനം സമാപിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു ചടങ്ങ്. എന്നെ നെല്ലിക്കുന്ന് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് സ്വയം പ്രതിരോധത്തിനുള്ള പരിശീലന പരിപാടിക്ക് തിങ്കളാഴ്ച സമാപനമായി. സമാപന ചടങ്ങ് എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ പരിശീലനത്തിൽ നമ്മൾ എത്രമാത്രം സക്രിയരാകുന്നുണ്ടോ എന്നതല്ല, നമ്മുടെ മനസ്സ് എത്ര കണ്ട് കരുത്ത് ആർജിക്കുവാൻ സാധിക്കുന്നുവോ ആ മനസ്സിൻ്റെ കരുത്ത് അനുസരിച്ചായിരിക്കും നമ്മളിങ്ങനെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ മനസ്സിനാണ് കരുത്ത് പകരേണ്ടത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന കരുത്തിനേക്കാൾ നമ്മൾ കരുത്ത് നൽകേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. അപ്പോൾ കരുത്ത് ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ അബലകളാണ് എന്നുള്ള ധാരണയുണ്ട്. ആ ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ, ഡിവൈഎസ്പിമാരായ MV സുകുമാരൻ, K. ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസമായി നടന്നുവരുന്ന പരിപാടിക്ക് തിങ്കളാഴ്ചയാണ് സമാപനം കുറിച്ചത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പരിശീലനം ലഭിച്ചവരുടെ ഡെമോൺസ്ട്രേഷനും സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് പരിശീലനം ലഭിച്ചവർ ജില്ലയിലെ 25,000 വനിതകൾക്ക് പരിശീലനം നൽകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചൊല്ലി ലീഗും കോൺഗ്രസും തമ്മിൽ ഭിന്നത രൂക്ഷമായി. ആദ്യ ടേം ആവശ്യപ്പെട്ട് ലീഗും വിട്ടുവീഴ്ച ചെയ്യാതെ കോൺഗ്രസ്. പ്രശ്നപരിഹാരത്തിനായി UDF സംസ്ഥാന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDF-ൽ തർക്കം മുറുകുകയാണ്. 17 അംഗ ജില്ലാ പഞ്ചായത്തിൽ 8 അംഗങ്ങളാണ് UDF-നുള്ളത്. 7 അംഗങ്ങളുള്ള ഇടതുമുന്നണിയും 2 അംഗങ്ങളുള്ള BJP-യും തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. 4 അംഗങ്ങളുള്ള കോൺഗ്രസിന് ആദ്യ 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് പാതൂർ കുഞ്ഞാമു ഹാജിയെ പ്രസിഡന്റാക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഹർഷദ് വോർക്കടിയെ പ്രസിഡന്റാക്കണമെന്ന് മറ്റൊരു വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മുസ്ലിം ലീഗിന് ആദ്യ ടേമിൽ പ്രസിഡന്റ് പദവി ലഭിക്കണമെന്നും ആവശ്യം ശക്തമായിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ളയുടെ മകൾ മുംതാസ് സമീറയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കണമെന്നാണ് ലീഗ് തീരുമാനം. മുംതാസ് സമീറ മത്സരിച്ചാൽ BJP അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. BJP-യുടെ വോട്ട് നേടിക്കൊണ്ടുള്ള ഒരു ഭരണത്തിന് ഇടതുമുന്നണിയും തയ്യാറാവില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും പരസ്പരം ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിനായി UDF സംസ്ഥാന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കുഡ്ലു ബാങ്ക് കവർച്ച കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ ആദരിച്ചു. തിങ്കളാഴ്ചയായിരുന്നു പരിപാടി. കുഡ്ലു ബാങ്കിന്റെയും സഹകാർ ഭാരതിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 2015 സെപ്റ്റംബർ 7-ാം തീയതി കുഡ്ലു ബാങ്ക് കവർച്ച നടത്തിയ പ്രതികളെ മുഴുവൻ അതിവിദഗ്ധമായി വലയിലാക്കുകയും നഷ്ടപ്പെട്ട സ്വർണവും പണവും വീണ്ടെടുക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തെ ആദരിച്ചു. കുഡ്ലു ബാങ്ക് ഭരണസമിതിയുടെയും സഹകാർ ഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി. ബാലകൃഷ്ണ വോർക്കൊഡ്ലു ഉപഹാരം നൽകി. ഗണപതി കോട്ടക്കണ്ണി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. കരുണാകരൻ നമ്പ്യാർ, M. വിജയൻ, N. സദാനന്ദൻ, ചന്ദ്രഹാസ, AC. അശോക് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ, CI PK സുധാകരൻ, സുനിൽ കുമാർ തുടങ്ങി 30ഓളം പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. അധ്യാപക വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ചെങ്കള സൈനബ് മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. B.Ed പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ നയനാദേവിയെ ചടങ്ങിൽ അനുമോദിച്ചു. ചെങ്കള സൈനബ് മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അധ്യാപക വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. 2013-14 വർഷത്തെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് തിങ്കളാഴ്ച നടന്നത്. കേന്ദ്രീയ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. Motivating the vice chancellors and other educationists to see that
the country's path towards higher education is on the correct way. This signifies the importance that the country has to give for education and the nation builders. Janab Abu Bakr had highlighted that this is so much important for national development. Amiable. Next we have symbol of hard work, Surya Narayana. Here we have. Then let's call the energetic Deepa. Unbeatable talents, Minu A. Personality, Nusaimba PK. എന്നെ അബൂബക്കർ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ദിനമാണിന്ന്. നമ്മൾ ഇവിടെ നിന്നും വിജയിച്ച് അധ്യാപകരായി പോവുകയും പല സ്കൂളുകളിലും ജോലിയിലേർപ്പെടുകയും ചെയ്ത അധ്യാപകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെ ദിനമാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ രമണി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 2013-14 വർഷത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്ന B.Ed പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ നയന ദേവിയെ ചടങ്ങിൽ അനുമോദിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും അനുമോദിച്ചു. പ്രഗതി സ്കൂൾ മന്നിപ്പാടി ക്രോസ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രഗതി സ്കൂൾ മന്നിപ്പാടി ക്രോസ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മധൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡ് മെമ്പർമാർക്കും സ്വീകരണം നൽകി. റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ ചന്ദ്രശേഖരൻ നായർ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബൈലോ പ്രകാരം റെസിഡൻസ് അസോസിയേഷന്റെ രക്ഷാധികാരി വാർഡ് മെമ്പറാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വാർഡിന്റെ മാഡത്തിന് അറിയാം, വാർഡ് 1-2 ഏരിയ മെമ്പറെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. ഏതെങ്കിലും ഒരു 2 പോർഷൻ വരികയാണെങ്കിൽ ആ പോർഷൻ്റെയും മെമ്പർ പിന്നെ ആ രക്ഷാധികാരി ചിലപ്പോൾ 2 വാർഡ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വാർഡ് മെമ്പർ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് MLA MP ഇവരുമായി എതിർത്തിട്ട് പോകുന്ന ഒരു കാര്യം നമുക്കില്ല. പഞ്ചായത്തിലെ പുരോഗതിയാണ് അംഗങ്ങളുടെ ചുമതലയെന്നും അത് പ്രാവർത്തികമാക്കാൻ മെമ്പർമാർ തയ്യാറാകണമെന്നും ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. ഡെപ്യൂട്ടി തഹസിൽദാർ വി രാംനായക് അധ്യക്ഷത വഹിച്ചു. BS മുഹമ്മദ്, PK നായർ, പ്രഗതി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി പ്രമേഹ നടത്തം സംഘടിപ്പിച്ചു. NSS വളണ്ടിയർമാരാണ് നടത്തം സംഘടിപ്പിച്ചത്. നല്ലൊരു ജീവിതത്തിനായി ഇന്നേ പ്രയത്നിക്കാം എന്ന സന്ദേശത്തോടെയാണ് ലോക പ്രമേഹ ദിനം ആചരിച്ചത്. ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന കൂട്ടനടത്തം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾ നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലും നടക്കുകയാണ്. ഇവിടെ പ്രമേഹ രോഗികൾ അധികം വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളാണുള്ളത്. നിങ്ങൾക്കെങ്കിലും രോഗം വരാതിരിക്കട്ടെ. ജീവിതശൈലി രോഗമെന്ന രീതിയിലാണ് ഇത്തരം രോഗങ്ങളൊക്കെ തന്നെ നമ്മൾ കടന്നാക്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാരാണ് ആധികാരികമായി ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാവുന്നത്, കേരളത്തിലെ ജനങ്ങളെ എടുത്തു നോക്കിയാൽ 5-ൽ ഒരാൾക്ക് പ്രമേഹമുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. ഡെപ്യൂട്ടി DMO വിമൽരാജ് അധ്യക്ഷനായി. ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് സുനിത ഭട്ട്, ഡോക്ടർ നിത്യാനന്ദ ബാബു, ശാരദാമണി, വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. കോസ്റ്റൽ പോലീസ്, നേവി, കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ്, പോർട്ട്, കസ്റ്റംസ് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ച് നവംബർ 17-18 തീയതികളിൽ തീരവേട്ട നടത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി അപരിചിതർ ആരെയെങ്കിലും സംശയകരമായ സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും കണ്ടാൽ വിവരം ഉടൻ തന്നെ കോസ്റ്റൽ പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1093-ലോ കൺട്രോൾ റൂം നമ്പറായ 100-ലോ അറിയിക്കാൻ പോലീസ് അഭ്യർത്ഥിക്കുന്നു. കേരള മാതൃകയിലുള്ള വിദേശികളുടെ വിവാഹ ചടങ്ങ് നാട്ടുകാർക്കും വിദേശികൾക്കും കൗതുകമായി. ഇടയിലക്കാട് ആയൂർ ജീവനത്തിൽ നടന്ന വിവാഹ ചടങ്ങിന് നിരവധി നാട്ടുകാരെത്തി. പ്രകൃതിയുടെ വരദാനമായ തൃക്കരിപ്പൂർ ഇടയിലക്കാട്ടെ നാഗവനത്തിന് സമീപമുള്ള ആയൂർ ജീവന കേന്ദ്രം പുതുമയാർന്നൊരു വിവാഹ ചടങ്ങിന് വേദിയാവുകയായിരുന്നു.
റഷ്യക്കാരായ സുയാസ്കോളും ജൂലിയയും ഇന്ത്യൻ വൈഷ്ണവ വിധിപ്രകാരം വിവാഹിതരാവുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നാട്ടുകാർക്കും ക്ഷണമുണ്ടായിരുന്നു. കേരളീയ വേഷത്തിൽ വിദേശികളെ കണ്ടപ്പോൾ എല്ലാവർക്കും കൗതുകമായി. ജീവന കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ വിദേശ വനിതകൾ സെറ്റ് സാരിയുമെടുത്തെത്തിയത് ചടങ്ങിന് മോടികൂട്ടി. വധുവിനെ വേദിയിലെത്തിക്കാൻ ക്ഷണിക്കപ്പെട്ട നാട്ടുകാരിൽ ചിലർക്കും അവസരം കിട്ടി. വിവാഹശേഷം ദമ്പതികളെ അരിയിലിട്ട് തലയിൽ കൈവച്ച് നാട്ടുകാരും വിദേശികളും അനുഗ്രഹിക്കുന്ന കാഴ്ചയും പുതുമയാർന്നതായി. തുടർന്ന് ഗംഭീരമായ വിവാഹസദ്യയും എല്ലാവർക്കുമായി ഒരുക്കിയിരുന്നു. വിദേശികളുടെ വിവാഹ വാർത്തയറിഞ്ഞ് സ്കൂൾ കുട്ടികളും കാഴ്ചക്കാരെത്തി. ചടങ്ങിൽ പങ്കെടുത്ത വിദേശികൾക്കും ഇത് കൗതുകവും പുത്തൻ അനുഭവമായി മാറി. CITU ജില്ലാ കമ്മിറ്റി അംഗവും യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന KP ഗോപിക്ക് നീലേശ്വരത്ത് സ്മരണാഞ്ജലി. NG കാമത്ത് ഹാളിലായിരുന്നു പരിപാടി. നിരവധി പേർ പങ്കെടുത്തു. ജനസേവനത്തിനും തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന KP ഗോപിയുടെ പൊതുപ്രവർത്തനം പുതിയ തലമുറയ്ക്ക് ആവേശകരമായ മാതൃകയാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. CITU സംസ്ഥാന സെക്രട്ടറി P രാഘവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി നടത്തേണ്ടുന്ന സമയത്താണ് സഖാവിൻ്റെ വേർപാടുണ്ടായത്. 1990 മുതൽ പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് ലോകത്തുമുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് സംഭവവികാസങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ച് നമ്മൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്ന തീരുമാനമാണ് CITU. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കില്ല. പക്ഷേ ഗോപി അടക്കമുള്ള CITUവിൻ്റെ നേതാക്കന്മാർ വളർത്തിക്കൊണ്ടുവന്ന ഈ പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിൽ നിൽക്കുകയാണ്. നമ്മൾ പടിപടിയായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയമെന്ന് പറയുന്നത് ഏതെങ്കിലും കരികരിപ്പിൻ്റെ വിജയമായിട്ട് ഞാൻ പറയല്ല, മറിച്ച് നമ്മുടെ ആശയം ശരിയാണെന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. K ബാലകൃഷ്ണൻ, K നാരായണൻ, K ഉണ്ണിനായർ, KV കുഞ്ഞികൃഷ്ണൻ, വെങ്ങാട്ട് ശശി, KV ദാമോദരൻ, KP ഗംഗാധരൻ, K കുഞ്ഞിക്കണ്ണൻ എന്നിവരും സംസാരിച്ചു. സെക്യുലർ മാർച്ച് വിജയിപ്പിക്കാൻ DYFIയുടെ നേതൃത്വത്തിൽ ഹുണ്ടിക്ക പിരിവ് സംഘടിപ്പിച്ചു. നവംബർ 17 കയ്യൂരിൽ നിന്നാണ് സെക്യുലർ മാർച്ച് ആരംഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ മതനിരപേക്ഷത, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളം ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി DYFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്യുലർ മാർച്ച് സംഘടിപ്പിക്കുന്നു. നവംബർ 17 കയ്യൂരിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് DYFI പ്രവർത്തകർ ഹുണ്ടിക്ക പിരിവ് നടത്തി. സെക്യുലർ മാർച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഹുണ്ടിക്ക പിരിവിന് DYFI നേതാക്കളായ ശിവപ്രസാദ്, രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അമ്മയുടെ ചികിത്സ മുടങ്ങാതിരിക്കാൻ സഹായഹസ്തവുമായി അധ്യാപകരും സഹപാഠികളും. ഇരുവൃക്കകളും തകരാറിലായ കണ്ണങ്കയിലെ ബീഡി തൊഴിലാളിയായ യശോദയുടെ കുടുംബത്തിലേക്കാണ് 50,000 രൂപയുടെ സഹായധനം എത്തിച്ചത്. വൃക്കരോഗം ബാധിച്ച് 1 വർഷമായി മംഗലാപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് യശോദ. ഡയാലിസിസിന് വിധേയമാക്കണമെന്ന് കഴിഞ്ഞ മാസം ഡോക്ടർ നിർദ്ദേശിച്ചതാണ്. ചികിത്സയ്ക്കായി പലരിൽ നിന്നും വാങ്ങിയ 1 ലക്ഷത്തിലേറെ രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. ഇനി വായ്പ ചോദിക്കാൻ ആരുമില്ലാത്തതിനാൽ ചികിത്സ വേണ്ടെന്ന് വെച്ചു. ഭർത്താവ് മുരളി കൂലിപ്പണിയെടുത്താണ് ചികിത്സയും കുടുംബച്ചെലവും നടത്തിപ്പോരുന്നത്. 1000 രൂപ മാസം വീട്ടുവാടകയും കൊടുക്കണം. +2 പഠിക്കുന്ന 2 പെൺകുട്ടികൾ ഇവർക്കുണ്ട്. ഇതിൽ ഒരാൾ പിലിക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ഇവരുടെ കുടുംബത്തിന്റെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ അധ്യാപകരും വിദ്യാർത്ഥികളും സഹായവുമായി മുന്നോട്ട് വരികയായിരുന്നു. പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ശ്രുതിയുടെ അമ്മ വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലാണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും സ്വരൂപിച്ച 50,000 രൂപ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടാണ് ഈ തുക. സ്കൂൾ പ്രിൻസിപ്പാൾ PC ചന്ദ്രമോഹനൻ, പ്രധാനാധ്യാപിക M പ്രസന്നകുമാരി, PTA പ്രസിഡന്റ് T മോഹനൻ തുടങ്ങിയവർ യശോദയുടെ വീട്ടിലെത്തി സഹായധനം കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്രമം നിയമപാലകർക്ക് നേരെയും. തുമിനാടിൽ പോലീസിന് നേരെ അജ്ഞാതരുടെ ആക്രമണം. 1 പോലീസുകാരന് ഗുരുതര പരിക്ക്. അപകടങ്ങൾ വിട്ടൊഴിയാതെ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ്. ഞായറാഴ്ച മരിച്ചത് 2 പേർ.
വീട്ടമ്മയുടെ കൊലപാതകം, പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ. ആയോധന കലകളുമായി വനിതകളും സ്വയം പ്രതിരോധ പരിശീലന പരിപാടിക്ക് തിങ്കളാഴ്ച സമാപനമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDF-ൽ തർക്കം. വിഷയം UDF സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടു. കുഡ്ലു ബാങ്ക് അന്വേഷണ സംഘത്തിന് നിലയ്ക്കാത്ത അനുമോദന പ്രവാഹം. കുഡ്ലു ബാങ്കും സഹകാർ ഭാരതിയും അന്വേഷണ സംഘത്തെ അനുമോദിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.